എന്റെ അവസാന മത്സരം. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഒരവസരം കൂടി തരും. ആവനാഴിയിലെ അവസാനത്തെ ആയുധം പുറത്തെടുത്ത് കാപ്പൻ. UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനോടനുബന്ധിച്ച് മാണി സി കാപ്പൻ പ്രഖ്യാപിച്ചത് ഇത് എന്റെ അവസാന മത്സരം എന്നാണ്. എന്തായിരിക്കും കാപ്പനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? കാരണങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി പരാജയഭീതി. കഴിഞ്ഞ 7 വർഷത്തെ MLA എന്ന നിലയിലുള്ള മോശം പ്രകടനം നാളുകളായി പാലായിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷം എതിർത്ത കിഫ്ബി ഫണ്ടും 140 MLA-മാർക്കും കിട്ടുന്ന MLA ഫണ്ടും അല്ലാതെ ഒറ്റ പദ്ധതി പാലായിലേക്ക് കൊണ്ടുവരാൻ കാപ്പന് കഴിഞ്ഞിട്ടില്ല. മുൻ MLA KM മാണി കൊണ്ടുവന്ന വൻകിട പദ്ധതികൾ പാതി വഴിയിൽ അതേപടി നിൽക്കുന്നു. വലിയ വികസനം നടത്തിയെന്ന് പറഞ്ഞുള്ള പത്രപ്രചാരണങ്ങളെല്ലാം പാലായിലെ ജനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പ്രചാരണ സ്ഥലങ്ങളിൽ കാപ്പനെത്തുമ്പോൾ ആളുകളുടെ പ്രതികരണങ്ങളും തൃപ്തികരമല്ല. കഴിഞ്ഞ 7 വർഷം MLA പാലായ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിന് വ്യക്തമായ ഉത്തരം നൽകാനും കാപ്പന് കഴിഞ്ഞില്ല. അടുത്തതായി നിയമസഭയിലെ മോശം പ്രകടനം. നിയമസഭയിലെ കാപ്പന്റെ പ്രകടനം ഏറെ പരിതാപകരമാണ്. ലഭ്യമായ കണക്കനുസരിച്ച് കോട്ടയം ജില്ലയിൽ നിന്നുള്ള MLA-മാരിൽ നിയമസഭയിൽ ഏറ്റവും കുറവ് ഹാജർ കാപ്പനാണ്. നിയമസഭയിലെ നടപടിക്രമങ്ങളിൽ 90% കാപ്പൻ പങ്കെടുത്തിട്ടില്ല. നിയമസഭയിൽ പോയ ദിവസങ്ങളിൽ വെറുതെ പോയിരിക്കുകയോ അല്ലെങ്കിൽ ഒപ്പിട്ട് മുങ്ങുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ ആരെങ്കിലും അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗം കേട്ടിട്ടുണ്ടോ? തന്റെ 3 മിനിറ്റ് സമയം പോലും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് കാപ്പന്റെ പതിവ്. ബഡ്ജറ്റ് ചർച്ചകളിൽ പോലും കാപ്പൻ പോകാത്തത് പാലായിൽ മൊത്തം ചർച്ചാ വിഷയമായിരുന്നു. മീഡിയകളിൽ അദ്ദേഹം വായ തുറക്കുന്നത് തന്നെ ജോസ് കെ മാണിയെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ്. പാലായ്ക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ഫണ്ട് എന്തെങ്കിലും മുടങ്ങിയാൽ അതിനെതിരെ പ്രതിഷേധം ഉയർത്താനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന കാര്യം പാലക്കാർക്ക് ബോധ്യമായി കഴിഞ്ഞു. മൂന്നാമതായി ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന് സീറ്റ് നിഷേധിക്കപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രമുഖ കോൺഗ്രസ് നേതാവായ ജോസഫ് വാഴക്കിന് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടത് കോൺഗ്രസുകാർക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. UDF-ന് ഭരണം കിട്ടിയാൽ പ്രമുഖ വകുപ്പ് കിട്ടാൻ സാധ്യതയുള്ള വാഴക്കിന് ഇപ്പോൾ മത്സരിക്കാൻ കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ കൂട്ടത്തിൽ 10 പേര് പോലും തികച്ചില്ലാത്ത മാണി സി കാപ്പൻ പാലായിൽ സ്ഥിരമായി മത്സരിക്കുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒരു കുടുംബത്തിന് വേണ്ടി കോൺഗ്രസ്സുകാർ പണിയെടുക്കുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലവും കടുത്തുരുത്തിയും ഈർക്കിലി പാർട്ടിയായ ജോസഫ് വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ പാലായിലെ അധികാര സ്ഥാപനങ്ങളിലെല്ലാം ചുമട് താങ്ങിയുടെ റോളാണ് കോൺഗ്രസിനുള്ളത്. ഇത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ കോൺഗ്രസുകാർ ഒന്ന് അയഞ്ഞാൽ കാപ്പന് വലിയ തോൽവിയായിരിക്കും നേരിടേണ്ടി വരിക. അങ്ങനെ കോൺഗ്രസുകാർ ചിന്തിക്കുന്നതിന് മുൻപേ ഇത് എന്റെ അവസാന മത്സരമാണെന്ന് പ്രഖ്യാപിച്ചാൽ കോൺഗ്രസുകാരുടെ കാലുവാരൽ തടയാം എന്നതാണ് കാപ്പന്റെ തന്ത്രം. 4 മുടങ്ങിയ പദ്ധതികൾ: മൂന്നിലവ് കടവ് പുഴപ്പാലം, കളരിയാമക്കൽ പാലം, അപ്രോച്ച് റോഡ്, ബൈപ്പാസ്, അരുണപുരം ജംഗ്ഷൻ, റിവർവ്യൂ റോഡ് തുടങ്ങിയ നിരവധി പദ്ധതികൾ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ വോട്ട് പിടിച്ച കാപ്പന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ജോസ് കെ മാണി മുടക്കിയെന്നാണ് കാപ്പന്റെ സ്ഥിരം കരച്ചിൽ. എന്നാൽ അതിനെതിരെ എന്തെങ്കിലും സമരം നടത്തിയോ എന്ന് ചോദിച്ചാൽ കാപ്പന് ഉത്തരമില്ല. തന്റെ അടുക്കൽ കാപ്പൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു. ചുരുക്കത്തിൽ ജോസ് മുടക്കി എന്നുള്ള കാപ്പന്റെ ആരോപണം തന്റെ കഴിവുകേട് മറയ്ക്കാനുള്ള തന്ത്രം മാത്രമാണെന്ന് പാലക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. 2019 KM മാണി മരിച്ച ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഞാൻ 3 തവണ മാണി സാറിനോട് തോറ്റതാണ്, ഇത്തവണ മാത്രം ഒന്ന് ജയിപ്പിക്കണേ എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. 2021-ലാകട്ടെ 1.5 വർഷമേ കിട്ടിയുള്ളൂ. ഒരു ഫുൾ ടൈം കൂടി കിട്ടിയാൽ പാലായ ഒരു സ്വപ്ന നഗരമാക്കാം എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. ഇത്തവണയാവട്ടെ പാലക്കാരെ ഇതിന്റെ ലാസ്റ്റ് മത്സരമാണ്, എനിക്ക് മന്ത്രിയായിട്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട പറയണം, എന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കണം, അതുകൊണ്ട് ഇത്തവണ കൂടി എന്നെ ജയിപ്പിക്കണം എന്നായി കാപ്പന്റെ വാദം. കാപ്പൻ അറിയാം താൻ മാറി നിന്നാൽ അടുത്ത തവണ മത്സരിക്കാൻ UDF-ൽ 1/2 ഡസനിലേറെ സ്ഥാനാർത്ഥികൾ കുപ്പായം തയ്പ്പിച്ചിരിപ്പുണ്ടെന്ന്. അവർ തമ്മിൽ സീറ്റിനു വേണ്ടി കടിപിടിയാകുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി തനിക്ക് വീണ്ടും ചാൻസ് കിട്ടുമെന്ന്. എങ്ങനെയുണ്ട് കാപ്പന്റെ ഐഡിയ? കോൺഗ്രസുകാരെ പൊട്ടന്മാരാക്കാൻ പണ്ടേ കാപ്പൻ മിടുക്കനാണല്ലോ. കോൺഗ്രസുകാർ കാപ്പന്റെ ഈ കുരുട്ടുബുദ്ധിയിൽ വീഴുമോ എന്നേ ഇനി അറിയാനുള്ളൂ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പുതുയുഗയാത്ര പാലായിലെത്തിയപ്പോൾ കാപ്പൻ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനം എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല. നിലപാടുകളിൽ കർക്കശക്കാരനായ സതീശന് ഒറ്റ MLA മാത്രമുള്ള പാർട്ടിയെ പരിഗണിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ CP ജോണിനെ പോലെ അതിപ്രഗത്ഭൻ ആയിരിക്കണം. കാപ്പൻ അങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന ആളല്ല, കഴിവുമില്ല. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കണമെന്ന ബൈബിൾ വചനം പോലെ MLA സ്ഥാനത്ത് വൻ പരാജയമായ കാപ്പൻ, അതും 7 വർഷം, ഇനി മന്ത്രിയായാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയർന്നത്.
വലിയ പരാജയം മുന്നിൽ കണ്ടതോടെ അടുത്ത നാളുകളിൽ എന്തെങ്കിലും വിവാദമുണ്ടാക്കിയോ സഹതാപ തരംഗം സൃഷ്ടിച്ചോ പരമാവധി വോട്ട് നേടിയെടുക്കാനാണ് കാപ്പന്റെ ശ്രമം. ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥി ആയതോടെ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ BJPയുമായുള്ള വോട്ട് കച്ചവടം മുടങ്ങി. എന്നിരുന്നാലും മുൻ BJPക്കാരായ ചിലരെ ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങൾ കാപ്പൻ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ കഴിഞ്ഞ തവണ നഗരസഭയിലെ ഒരു കൗൺസിലറെ ഉപയോഗിച്ച CPM KCM അടി പ്ലാൻ ചെയ്തതുപോലെ ഒരു നാടകം ഇത്തവണയും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തൊക്കെ തരികിട പണികൾ നടത്തിയാലും ഇക്കുറി കാപ്പന് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.